പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്ര ആരംഭിക്കാനായി നമ്മളിതായി കാണുന്ന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിന്ന് യാത്ര പോകാനുള്ള ട്രെയിനാണ് നേരെ പുറകിലായി ഇതാ നിർത്തിയിട്ടുള്ളത്. സമയം ഇപ്പോൾ രാവിലെ 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നേരെയൊക്കെ ഇതാ പതുക്കെ പുലർന്നു വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ട്രെയിൻ 6 മണിക്കാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായി ഇതാ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഗുരുവായൂരിലോട്ട് പോകുന്ന പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ 6:10 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മൾ മുമ്പൊരിക്കലും ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP4 ലോക്കോയുമായി എത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16341 ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനാണ്. ഈ ട്രെയിൻ പുലർച്ചെ 3:25 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ട് രാവിലെ 9:45 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നു. ഈ ട്രെയിനിന് തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി ട്രെയിനുമായിട്ട് റൈഡ് ഷെയറിങ്ങും വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് ഈ ട്രെയിൻ ഗുരുവായൂരിലേക്ക് ട്രെയിൻ നമ്പർ 16342 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി 12:25 വീണ്ടും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ എത്തിച്ചേരുന്നത്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്ന എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഈ കാണുന്ന ഇൻ്റർസിറ്റി ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതൊരു ഇൻ്റർസിറ്റി ട്രെയിൻ ആയതുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇതുള്ളത്. നോർമൽ അൺറിസർവ്ഡ് ക്ലാസ്സുകളും സെക്കൻഡ് സിറ്റിംഗ്, AC ചെയർക്കാർ എന്നീ 3 രീതിയിലുള്ള സീറ്റിംഗ് ആണ് നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിലുള്ളത്. നമ്മുടെ ഈ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിനിലെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകളാണ് ഇതായി കാണുന്നത്. D1, D2 എന്നീ 2 സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത്. ഈ കാണുന്ന D1 സെക്കൻഡ് സിറ്റിംഗ് കോച്ചിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. 2016 മേഡായിട്ടുള്ള ഒരു കോച്ചാണിത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ടാണ് ഈ ട്രെയിനിലെ റിസർവ്ഡ് കോച്ചുകളായ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളും AC ചെയർക്കാർ കോച്ചുകളൊക്കെ വരുന്നത്. നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിലെ ഏക AC കോച്ചായ C1 AC ചെയർക്കാർ കോച്ചാണ് ഇതായി കാണുന്നത്. 2010 മേഡായ ഒരു AC കോച്ചാണിത്. നമ്മളങ്ങനെ ഇതപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിനിലെല്ലാം കണ്ടിരുന്ന രീതിയിൽ തന്നെയാണ് ഈ ട്രെയിനിൻ്റെയും സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളൊക്കെ വരുന്നത്. ആളുകളൊക്കെ നമ്മുടെ ട്രെയിനിലേക്ക് കയറി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. 6 മണിക്ക് പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 6:01 ആയപ്പോഴേക്കാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ സർവീസ് നടത്തുന്നുള്ളൂ. ട്രെയിൻ നമ്പർ 12684 SMVT ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇന്നലെ രാത്രി 7 മണിക്ക് SMVT ബംഗളൂരിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ രാവിലെ 6 മണിക്കാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്നത്. എന്നാൽ ഈ ട്രെയിൻ 6 മണിക്ക് മുന്നേ തന്നെ ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. SMVT ബംഗളൂരിൽ നിന്ന് ഈ ട്രെയിൻ തിങ്കൾ, ചൊവ്വ, വ്യാഴം എന്നീ 3 ദിവസങ്ങളിലാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് സർവീസ് നടത്തുന്നത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ഈ ട്രെയിൻ നമ്പർ 12683 എന്ന ട്രെയിൻ നമ്പറിൽ ഞായർ, തിങ്കൾ, ബുധൻ എന്നീ 3 ദിവസങ്ങളിലാണ് SMVT ബംഗളൂരിലോട്ട് തിരിച്ച് സർവീസ് നടത്തുന്നത്.
എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റോപ്പായ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കുറച്ച് വൈകി 7 മിനിറ്റോളം ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. 6:20 നമ്മുടെ ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത്. എന്നപ്പോൾ ഒരു 6:27 ആയപ്പോഴേക്കുമാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. 2 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ 7:32 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ 2 മിനിറ്റ് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ആലുവ റെയിൽവേ സ്റ്റേഷനും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും ഇടക്കാര് നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിന് അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ 3 റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് വരുന്നുണ്ട്. പ്രധാന നഗരങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന എക്സ്പ്രസ് ട്രെയിൻ സർവീസുകളെയാണ് നമ്മൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർസിറ്റി ട്രെയിൻ സർവീസുകളിലൊന്നാണ്. ഇതുകൂടാതെ തന്നെ കേരളത്തിൽ വേറെയും ഇൻ്റർസിറ്റി ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ട്രെയിൻ, തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റി ട്രെയിൻ, കോയമ്പത്തൂർ മംഗളൂരു ഇൻ്റർസിറ്റി ട്രെയിൻ, എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ട്രെയിനുകളൊക്കെ നമ്മുടെ ഈ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന മറ്റു ഇൻ്റർസിറ്റി ട്രെയിൻ സർവീസുകളാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പ് വരുന്നില്ല. ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഒരു കർവിലായിട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ വർഷത്തിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 16305 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ 5 മണിക്കൂറും 50 മിനിറ്റ് എടുത്ത് ഉച്ചയ്ക്ക് 11:50 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്.
ആകെ മൊത്തം 17 റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും കണ്ണൂർ വരെ ഏകദേശം 282 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. കേരളത്തിലെ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. എറണാകുളം തൊട്ട് കണ്ണൂർ വരെ ഈ ട്രെയിനിലെ സെക്കൻഡ് സിറ്റിങ്ങിന് നമുക്ക് ഇന്ന് ടിക്കറ്റ് ഫെയർ ആയത് ഏകദേശം 160 രൂപക്ക് അടുപ്പിച്ചിട്ടാണ്. കണ്ണൂരിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് ഈ ട്രെയിൻ നമ്പർ 16306 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് 2:50 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് രാത്രി 8:50 വീണ്ടും തിരിച്ച് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിത്തീരുന്ന രീതിയിലാണ് ഈ ട്രെയിനിൻ്റെ സമയക്രമം വരുന്നത്. പുതുതായി LHB കോച്ചുകളിലോട്ട് മാറിയ ട്രെയിൻ നമ്പർ 1208 എന്ന് കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി ട്രെയിനാണ് ഇപ്പോൾ കടന്നുപോയി. റോയാപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WAP7 ആണ് ആ ജനശതാബ്ദി ട്രെയിനിൻ്റെ ലോക്കോ. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം ഭാരതപ്പുഴക്ക് മുകളിലൂടെയുള്ള റെയിൽവേ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. വളരെ പതുക്കെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഭാരതപ്പുഴക്ക് മുകളിലൂടെ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ഭാരതപ്പുഴ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ നേരെ എത്തുന്നത് ഷൊർണൂർ ബി കേബിൻ്റെ അടുത്തോട്ടാണ്. ഷൊർണൂർ ബി കേബിൻ കഴിഞ്ഞ് വലതുവശത്തോട്ട് ഇതായി പോകുന്നത് ഷൊർണൂർ ബൈപ്പാസ് ലൈനാണ്. നമ്മുടെ നേരെ മുന്നിലായി കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷൊർണൂർ ബൈപ്പാസ് ലൈൻ. ഈ ബൈപ്പാസ് ലൈൻ വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതും എറണാകുളത്തു നിന്ന് പോകുന്നതുമായ ട്രെയിനുകൾക്ക് ഷൊർണൂർ ജംഗ്ഷൻ കയറാതെ തന്നെ പാലക്കാട് ഭാഗത്തോട്ട് പോകാൻ കഴിയും. നമ്മുടെ നേരെ ഇടതുവശത്തായി ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകളെല്ലാം ഷൊർണൂർ ജംഗ്ഷൻ വഴി മാംഗ്ലൂരിലോട്ട് പോകുന്ന ലൈനാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ഭാഗത്തു നിന്ന് ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരത്തേക്ക് പോകുന്ന ലൈനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായപ്പോഴേക്കും ഇവിടെ ട്രാക്കിൽ ഏതോ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ MT റേക്കൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു WAP4 ആണ് ആ ട്രെയിനിൻ്റെ ലോക്കോ. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ രാവിലെ 8:11 ആയപ്പോഴേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇതുവരെ തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് വന്നെങ്കിൽ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് SRR എന്നാണ്. ആകെ 7 പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പുറപ്പെട്ട ട്രെയിൻ നമ്പർ 5664 കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനാണ്. ഈ ട്രെയിൻ രാവിലെ 8:20 ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 11:05 കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നു.
നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ട്രെയിനിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാട്ടർ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 3 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പം 3 മിനിറ്റിന് മുകളിലൂടെ പിടിച്ചിട്ടിട്ടുണ്ട്. 8:10 ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ 8:27 ആയപ്പോഴേക്കുമാണ് ഷൊർണൂർ ജംഗ്ഷനിൽ ഇപ്പോൾ ഇതാ പുറപ്പെട്ടിട്ടുള്ളത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. രാവിലെ 5:10 കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1:25 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരേണ്ടത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ 8:40 എത്തിച്ചേരേണ്ടത്. ഈ ട്രെയിനിൽ നിന്ന് ബിഫോർ ടൈമിൽ തന്നെ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ എറണാകുളത്ത് നിന്നും കണ്ണൂരോട്ട് പോകുമ്പോൾ 5 മണിക്കൂറും 50 മിനിറ്റ് എടുത്താണ് കണ്ണൂരിലോട്ട് എത്തിച്ചേരുന്നത്. എന്നാൽ കണ്ണൂരിൽ നിന്നും എറണാകുളത്തോട്ട് ഈ ട്രെയിൻ പോകുമ്പോൾ 6 മണിക്കൂർ എടുത്താണ് എത്തുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഈ ട്രെയിനിന് 18 റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലോട്ട് വരുമ്പോൾ ഈ ട്രെയിനിന് 17 സ്ഥലങ്ങളിലെ സ്റ്റോപ്പ് വരുന്നുള്ളൂ. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ ട്രെയിൻ പോകുമ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായപ്പോൾ ഒരു ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നമ്പർ 16607 കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പോകുന്ന കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. ഫുള്ളി അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1:45 കോയമ്പത്തൂരിലോട്ട് എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിൻ കൂടിയാണ്. ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് മുമ്പൊരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനെ പോലെ ഒരു കർവിലായിട്ടാണ് ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് KTU എന്നാണ്. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ട്രെയിൻ എങ്ങനെയാണ് അപ്പം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്ക് ഇൻ്റർസിറ്റി ട്രെയിനിന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് വരുന്നുണ്ട്.
കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനിലൊന്നായ മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ഡിലേ ആയിട്ടാണുള്ളത്. 8:54 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 9:14 ആയപ്പോഴേക്കാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു. 1 മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമ്മുടെ ഈ ട്രെയിനിലേക്ക് അത്യാവശ്യം ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് മാത്രമല്ല, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും ഇനി വരാൻ പോകുന്ന താനൂർ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമ്മുടെ ഈ ട്രെയിനിലേക്ക് അത്യാവശ്യം ആളുകൾ കയറാനുണ്ടാവും. നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് ഓഫീസ് ടൈമിലേക്ക് രാവിലെ എത്താൻ പറ്റിയ ഒരു ഏറ്റവും നല്ല ട്രെയിനാണ് നമ്മുടെ ഈ എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ എന്ന് പറയുന്നത്. രാവിലെ സമയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിൻ. അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഈ കാണുന്ന താനൂർ റെയിൽവേ സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ഈ താനൂർ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. 1 മിനിറ്റാണ് താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഈ ട്രെയിനിന് സ്റ്റോപ്പുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ താനൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. TA എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ഏകദേശം 29ഓളം ട്രെയിനുകൾക്ക് ഈ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. നമ്മുടെ ഈ ട്രെയിൻ എങ്ങനെയാണ് ഈ ട്രെയിൻ യാത്രയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 9:47 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 15 മിനിറ്റുകളും വൈകി 10:02 ആയപ്പോഴേക്കുമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയതോടെ നമ്മുടെ ഈ ട്രെയിനിൽ ഇപ്പോൾ ഇറങ്ങിയ ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയതോടെ നമ്മുടെ ട്രെയിനിലെ തിരക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്.
3 മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ 3 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ആകെ 4 പ്ലാറ്റ്ഫോമുകളാണ് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. CLT എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് സൗകര്യം ലഭ്യമായ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഈ എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിനിന് താനൂർ റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് വരുന്നുണ്ട്. മംഗളൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊടുക്കുന്നത്. ഈറോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 ആണ് ലോക്കോ. വഡോദര ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ലോക്കോമായിട്ട് അപ്പുറത്തെ ട്രാക്കിലൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 20924 ഗുജറാത്തിലെ ഗാന്ധിധാമിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലോട്ട് പോകുന്ന ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് ആണ്. 2401 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു ദീർഘദൂര ട്രെയിനാണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള വടകര റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ വടകര റെയിൽവേ സ്റ്റേഷനിലുള്ളത്. BDJ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഈ ട്രെയിനിൻ്റെ അവസാന റെയിൽവേ സ്റ്റേഷനായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും വരുന്നത്. വടകര റെയിൽവേ സ്റ്റേഷനും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്ക് നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിന് മാഹി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റിന് മുകളിൽ ഡിലേ ആയിട്ടാണ് ഓടിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. 10:54 തലശ്ശേരിയിലെത്തേണ്ട നമ്മുടെ ഈ ട്രെയിൻ ഇപ്പോൾ 11:20 ആയപ്പോഴേക്കുമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് നമ്മുടെ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് വരുന്നുണ്ട്. ഏകദേശം 68ഓളം ട്രെയിനുകൾക്ക് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. TLY എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത്.
അങ്ങനെ 25 മിനിറ്റ് ഡിലേ ആയി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ട്രെയിൻ എങ്ങനെ ചെയ്തപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 മിനിറ്റ് ബിഫോർ ടൈമിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 11:50 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 11:45 ആയപ്പോഴേക്കും തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ട്രെയിനിന് ഒരുപാട് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ 20 കിലോമീറ്റർ ദൂരമോടെ ഈ ട്രെയിനിന് കൊടുത്തിരിക്കുന്ന സമയം ഏകദേശം 1 മണിക്കൂറിനടുത്ത് കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും കണ്ണൂർ വരെ എത്തിച്ച നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ലോക്കോയാണ് ഇതാ കാണുന്നത്. വഡോദര ലോക്കോ ഷെഡിൻ്റെ ഒരു അടിപൊളി ലിവറിയുള്ളൊരു WAP7 ലോക്കോയാണിത്. 100 years ഓഫ് ഇലക്ട്രിഫിക്കേഷൻ ഓവർ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ ഒരു അടിപൊളി ലിവറിയുള്ള WAP7 ലോക്കോയാണിത്. വാരണാസി ലോക്കോമോട്ടീവ് വർക്ക്സിന് കീഴിലാണ് ഈ WAP7 ലോക്കോ നിർമ്മിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ ചനാബ് റിവറും വന്ദേ ഭാരത് ട്രെയിനുകളും നമോ ഭാരത് ട്രെയിനുകളും അമൃത് ഭാരത് ട്രെയിനുകളും ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ ഇലക്ട്രിക് ട്രെയിനിൻ്റെ ഫോട്ടോകളൊക്കെ ഈ WAP7 ലോക്കോക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്നും കണ്ണൂരിലോട്ടുള്ള നമ്മുടെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ വീഡിയോ നമ്മളിതായി കാണുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.